ഞാൻ അങ്ങോട്ട് വരാം. പ്രവീൺ, ഇപ്പോൾ നമ്മൾ പാലായിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നു. പലയിടങ്ങളിലും വണ്ടി കുടുങ്ങിക്കിടപ്പുണ്ട്, വണ്ടിയൊക്കെ ഓഫായി പോയിട്ടുണ്ട്. വണ്ടി വരുന്ന സമയത്ത് കാര്യം 1 മണിക്കൂർ കൊണ്ടാണ് പെട്ടെന്ന് പാലായിൽ രാമപുരത്ത് വെള്ളം കയറിയത്. നമ്മൾ റാംഷാ അവിടെ എത്തുന്ന സമയത്ത് ഇത്രയും വെള്ളം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. റാംഷാ ഇപ്പോൾ ഒരു വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നത് കാണാം. ഒരുപക്ഷെ വണ്ടി വെള്ളത്തിൽ പെട്ടിട്ടുണ്ടാവും. വണ്ടി എടുക്കുന്ന സമയത്ത് ഇത്രയും വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. രാത്രി പാർക്ക് ചെയ്ത വാഹനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. രാത്രി ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് പോയ ആളുകളുണ്ട്. ബസ് സ്റ്റാൻഡ് പരിസരമാണ്, അതുകൊണ്ട് തന്നെ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഇവിടെ വാഹനങ്ങൾ വെച്ച് പാർക്ക് ചെയ്ത് ബസ്സിൽ കയറി പോകുന്നതൊക്കെ സാധാരണയാണ്. അത്തരത്തിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റാൻ വളരെ പെട്ടെന്ന് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിനു മുൻപേ തന്നെ വെള്ളം പെട്ടെന്ന് ഇരച്ചു കയറിയത് കൊണ്ട് മുഴുവൻ വാഹനങ്ങളും അങ്ങനെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നതുകൂടിയാണ് ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുപോലെ കാർ അങ്ങനെ പാർക്ക് ചെയ്തൊരു വാഹനമായിരുന്നു. അത് പെട്ടെന്ന് ഇവിടുന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇപ്പോൾ ആളുകൾ, നാട്ടുകാരൊക്കെ ചേർന്നാണ് അത് സുരക്ഷിതമായി മാറ്റിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഇവിടെ ബസ് സ്റ്റാൻഡിന് സമീപത്ത് മറ്റു വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഒരു പരിധിവരെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നാട്ടുകാർ പറയുന്നത്, നേരത്തെയൊക്കെ ഈരാറ്റുപേട്ടയിൽ വെള്ളം ഇറങ്ങുമ്പോഴാണ് ഈ പ്രദേശത്ത്, അതായത് ഈ പാലാ ഈ ഭാഗത്ത് വെള്ളം കയറാറുള്ളത്. പക്ഷേ ഇത്തവണ ഈരാറ്റുപേട്ടയിൽ വെള്ളം കാര്യമായി ഇറങ്ങാതെ തന്നെ ഇവിടെ വെള്ളം കയറി എന്നതാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഈ വെള്ളം കയറിയിരിക്കുമ്പോൾ ഈരാറ്റുപേട്ടയിൽ വെള്ളം ഇറങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വീണ്ടും വെള്ളം ഉയരാനുള്ള സാഹചര്യമുണ്ട്, അത് സാധ്യതയുണ്ട് എന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ 2018 പ്രളയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ഈരാറ്റുപേട്ടയിൽ വെള്ളം താഴുമ്പോഴാണ് ഇവിടെ കാര്യമായി വെള്ളം ഉയർന്നിരുന്നത് എന്നതാണ് ഇവിടുത്തെ കൗൺസിലറും നാട്ടുകാരും ഒക്കെ പറയുന്നത്. പക്ഷേ ഇത്തവണ ഇവിടെ ഈരാറ്റുപേട്ടയിൽ കാര്യമായ ജലനിരപ്പ് താഴാതെ തന്നെ, കയറിയ വെള്ളം ഇറങ്ങാതെ തന്നെ ഇവിടെ വലിയ നിലയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മീനച്ചിലാറ്റിൽ കരകവിഞ്ഞൊഴുകി വെള്ളം കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് വലിയ ബുദ്ധിമുട്ട്. നാട്ടുകാരൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം കടകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ കഴിഞ്ഞാണ് വെള്ളം ഇത്രയധികം ഉയർന്നിരിക്കുന്നത്. റാംഷാ, മീനച്ചിലാറ്റിൽ, പാലയിൽ, അതേപോലെ കോട്ടയത്ത്, പത്തനംതിട്ടയിൽ മണിമലയാറ്റിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. പത്തനംതിട്ടയിൽ മണിമലയാറ്റിൽ നിന്ന് വെള്ളം കയറിയത് കാരണം റാന്നി അടക്കമുള്ള പ്രദേശം, പമ്പയിൽ നിന്ന് വെള്ളം കയറിയത് കാരണം റാന്നി അടക്കമുള്ള പ്രദേശങ്ങൾ, ടൗൺ ഏകദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ തന്നെയാണ്. പാലായിൽ കൊട്ടാരമുറ്റം പ്രദേശം വെള്ളത്തിലാണ്. ഇടുക്കിയിലെ വാഗമൺ കോലാഹലമേട്ടിൽ പ്രഭാകരൻ നായരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ആ വീട്ടിൽ തന്നെയുള്ള ബന്ധു ലീലാമണിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വാഗമൺ കോലാഹലമേട്ടിൽ കുടയത്തൂരിൽ അടൂർമലയിൽ സുമതി എന്നു പേരുള്ള വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. സുമതിയുടെ മകനും ഭർത്താവും അത്ഭുതകരമായി കുടയത്തൂര് അടൂർമലയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. റാന്നിയിൽ ഏകദേശം 300 മില്ലിമീറ്ററോളമുള്ള മഴയാണ് പെയ്തത് എന്നാണ് കളക്ടർ എ നിസാമുദ്ദീൻ അറിയിച്ചിരിക്കുന്നത്. പൂഞ്ഞാറിൽ പയ്യാനിത്തോട്ടത്തിൽ ജോസഫിൻ ജോണി, 24 വയസ്സാണ്. ജോസഫിൻ ജോണി മരിച്ചു. റജീന, അമ്മ, ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്.